ഹലോ മുത്തുമണീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നൊരു അടിപൊളി എരുന്ത് കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ എരുന്ത് ഞാൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളിയും ഒരു വലിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകുമാണ് കേട്ടോ. ഇനി കുറച്ച് വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മല്ലിപ്പൊടിയാണ് കേട്ടോ കുറച്ച് കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം ഈ എരുന്തൊക്കെ ഒന്ന് ഇതിൻ്റെ ഈ ഒരു തോട് നമ്മൾ തുറന്ന് വരും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എരുന്തിൻ്റെ തോടൊക്കെ ഒന്ന് തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് തുറന്നൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചെറിയുള്ളിയും കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന്. നമ്മളെ ഈ കുട്ടിക്കാലത്തൊക്കെ ഇതിലിങ്ങനെ ഒരാളിങ്ങനെ എരുന്തിങ്ങനെ കൊണ്ടുവരുമായിരുന്നു. അപ്പം അന്നൊക്കെ സേറാണല്ലോ, ആ ഒരു സേറിലിങ്ങനെ അന്നൊക്കെ കുറച്ച് പൈസയും മതിയായിരുന്നു കേട്ടോ. 20 ഉറുപ്പ്യയും 30 ഉറുപ്പ്യയും 10 ഉറുപ്പ്യൊക്കെ കൊടുത്താലൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ സേറിലിങ്ങനെ അളന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അതായത് നന്നായിട്ട് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മളെ അരപ്പ് ഞാൻ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എരുന്ത് പല രൂപത്തിൽ വെക്കാറുണ്ട്. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടും അതേപോലെ തേങ്ങാപ്പീര അതേപോലെ ആയിട്ടൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഇതേപോലെ കറിയായിട്ട് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ മല്ലിപ്പൊടിയാണ് കേട്ടോ കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം പിന്നെ ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒഴിച്ചാൽ പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായിട്ടൊന്ന് തിള പൊന്തി വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തേങ്ങ ഒഴിച്ചതിന് ശേഷം കൂടുതൽ തിളച്ചാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ വലിയ ഉള്ളിയാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള എരുന്ത് കറിയാണ്. എരുന്തൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. നല്ലൊരു ചോയയായിരുന്നു കേട്ടോ. ഇതിന് അത്യാവശ്യം വലുപ്പമുള്ള എരുന്തായത് കൊണ്ട് തന്നെ നല്ലൊരു ചോയ ഉണ്ടായിരുന്നു ഈ ഒരു കറിക്ക്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഈ ഒരു തൂമിച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി, നമ്മളെ അടിപൊളി എരുന്ത് കറി എങ്ങനെയുണ്ട്, ചോറിൻ്റെ കൂടെ കഴിക്കുക, നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.